നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ആദ്യം പറഞ്ഞ വാക്കുകളായി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വാചകമാണ്. സന്ദർഭം ആണ്ടുതോറും പെസഹ പെരുന്നാളോട് അനുബന്ധിച്ച് തൻ്റെ മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ കടന്നു പോവുകയും മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു പതിവ് യേശു കർത്താവിന് ഉണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഈ പ്രാവശ്യം യേശു കർത്താവ് തൻ്റെ സഹയാത്രക്കാരോട് കൂടെ ഇല്ല എന്നറിഞ്ഞ മാതാപിതാക്കൾ തിരിഞ്ഞ് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ശാസ്ത്രിമാരുടെയും ഉപദേശകന്മാരുടെയും കൂടെ ഇരുന്ന് അവരുടെ വാക്കുകൾക്ക് സംസാരിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്ന യേശു കർത്താവിനെ കണ്ട് അവർ വളരെയധികം അതിശയിച്ചു. കർത്താവിനോട് തൻ്റെ മാതാവ് ഇങ്ങനെയാണ് ചോദിച്ചത്, നീ ഞങ്ങളോട് ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? എൻ്റെ അപ്പനും അമ്മയുമായ ഞങ്ങൾ വളരെയധികം വേദനിക്കപ്പെട്ടു. അതിന് മറുപടി പറഞ്ഞ വാക്കുകളാണ് തിരുവചനത്തിൽ ആദ്യമായി യേശു കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ഈ വാക്കുകൾ യേശു കർത്താവിൻ്റെ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കും, മാതാപിതാക്കളോടുള്ള സ്നേഹക്കുറവോ അവരോടുള്ള ബഹുമാനക്കുറവും അവരോടുള്ള അനുസരണക്കുറവും കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല. സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി താൻ കീഴ്പ്പെടുക എന്നുള്ള ആ ഒരു സന്ദർഭമാണ് അവിടെ നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത്. പലപ്പോഴും നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മളെക്കുറിച്ചുള്ള ഹിതം, നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടത്തെക്കാട്ടിൽ 1000 മടങ്ങ് ബെറ്റർ ആയിരിക്കും ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നമുക്ക് സമയം ചെലവഴിച്ച പറ്റിയില്ലെന്ന് വന്നേക്കാം. അവർ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷേ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഇഷ്ടത്തെക്കാട്ടിൽ 1000 മടങ്ങ് ബെറ്റർ. ഒരു പക്ഷേ നമുക്ക് ഈ ലോകത്തിൽ ഒരു ബെറ്റർ ലൈഫ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. മോശയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, മിസ്രൈമിൽ ഫറവോന്റെ പുത്രൻ എന്ന് വിളിക്കാനുള്ള ആ ഒരു പദവി തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ക്രിസ്തുവിൻ്റെ നിന്ന തിരഞ്ഞെടുത്തു. ഒരുപക്ഷെ ജീവിതത്തിൽ കഷ്ടതയായിരിക്കും, ഒരുപക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെടലോ വേദനയോ നിരാശയോ ഒക്കെ വന്നിരിക്കും. പക്ഷെ സ്വർഗം സാക്ഷ്യപ്പെടുത്തും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലോകം നോക്കുമ്പോൾ നമുക്ക് ലോകത്തിൻ്റെതായ ഒരു നേട്ടങ്ങളും കണ്ടില്ലെന്ന് വന്നേക്കാം. പക്ഷെ സ്വർഗത്തിൽ അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എന്നേക്ക് കാണും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ തേജസ്സിൻ്റെ വാടാത്ത കിരീടം അവനും ഉണ്ടായിരിക്കും. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.